തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. മാത്രമല്ല ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നുള്ള ചോദ്യം കൂടെ വരും. ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. വിഷ്ണു അമയ എന്ന് പറയുന്ന രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർ വിവാഹമൊക്കെ കഴിച്ചിരുന്നു. അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്ത് അവരുടേതായ സന്തോഷങ്ങൾ അവർ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. കൂടുതലും ഇൻസ്റ്റഗ്രാമിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവർ ചെയ്യുന്ന ഓരോ വീഡിയോസിനും അത്യാവശ്യം റീച്ച് ഉണ്ട്. താഴെ വരുന്ന നെഗറ്റീവ് കമന്റ്സ്, പോസിറ്റീവ് കമന്റ്സ് എന്തു തന്നെയാണേലും പേജിന് റീച്ച് ഉണ്ട്. രണ്ടുപേരെയും അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു പരിവമൊക്കെ വന്നു. അതിനിടയിൽ കൂടെയാണ് മറ്റൊരു വലിയ ട്വിസ്റ്റ് നടന്നത്. ഇവര് ദമ്പതികളായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് വിഷ്ണുവിനെ വിട്ട് അമയ മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നു. അയ്യ, സ്വന്തം കാമുകനെ തേച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോവുക, നല്ല രസമുള്ള പരിപാടിയല്ലേ. അവസാനം വിഷ്ണുവിന്റെ വക കരച്ചിൽ വീഡിയോ, അതായത് കരഞ്ഞു മെഴുകി ഉള്ള വീഡിയോ. ശരിയാണ്, തന്റെ കൂടെയുള്ള പ്രാണസഖി മറ്റൊരു പ്രാണസഖനെ തേടി അപ്പുറത്തെ തോളോട് തോള് നിൽക്കുമ്പം ഇപ്പുറത്ത് നിൽക്കുന്ന കൈവിട്ടു പോയ തൻ്റെ ആ ഒരു വസന്തത്തിനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന, അത് ആർക്കും അറിയാം. അതായത് കയ്യിൽ നിന്ന് ഒരു തേപ്പ് കിട്ടി കഴിയുമ്പോൾ നന്നായിട്ട് അറിയാം വിഷമം എന്തോരോ ആണെന്നുള്ളത്. തേപ്പ് കിട്ടിയവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും അതിനുശേഷം അവനിങ്ങനെ കരഞ്ഞു മെഴുകുന്നു. ഇവള് അവനെ കുറ്റപ്പെടുത്തുന്നു. ഇവളെന്ന് പറയുമ്പോൾ അമയ ഇങ്ങനെ വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുന്നു. അവൻ കഞ്ചാവാണ്, അവന് കഞ്ചാവ് കേസുണ്ട്, മറ്റൊന്നുണ്ട്. അവൻ ഇല്ലാത്ത കുറ്റങ്ങളില്ല. അവൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് സയാമീസ് ഇരട്ടകളാണോ, ദമ്പതികളാണോ, കാമുകന്മാരാണോ, എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. അവസാനം പവനായി ശവമായി എന്ന് പറയുന്ന പോലെ അവൻ അവിടെ ഇരുന്ന് മോങ്ങാൻ തുടങ്ങി. അവൾ മറ്റവൻ്റെ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ചിലും താളത്തിൽ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനുശേഷം വിഷ്ണു അവളെക്കുറിച്ച് വീഡിയോ ഇടുന്നു, അവള് വിഷ്ണുവിനെ കുറിച്ച് വീഡിയോ ഇടുന്നു. അതായത് വിഷ്ണു അതാണ് ഇതാണ്, പോലീസ് കേസുണ്ട്, കഞ്ചാവുണ്ട്, മാടയാണ്, അവസാനം മറ്റവൻ്റെ കൂടെ പോയിട്ട് അവസാനം അവനും തേച്ചു. എന്തായാലും നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഗൈസ്, അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയെന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേ ബി മനസ്സിലായതാണ്. അബി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്നേ ഇവൻ കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളൊക്കെ കണ്ട് സംഗതി ഇത്രയേ ഉള്ളൂ. അവസാനം അവള് തിരിച്ച് വിഷ്ണുവിന്റെ കൂടെ തന്നെ വരേണ്ടി വന്നു. അതായത് കയ്യിൽ നിന്ന് പോയ വസന്തം തിരിച്ചു വന്ന ഒരു സന്തോഷത്തിൽ വിഷ്ണു ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ കുട്ടി വന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം മോനെ, നിന്നെ തേച്ചിട്ട് പോയ ഒരു പെണ്ണാണ് അവൾ. ഇനി അടുത്തവനെ കാണുമ്പോൾ വീണ്ടും വാലും പറിച്ചുകൊണ്ട് ഓടും. അത് നീ മനസ്സിലാക്കണം. അത് നീ പൊട്ടനായി പോകരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇതുപോലെ ഒരു തേപ്പ് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോയിട്ട് വേറൊരുത്തൻ്റെ കയ്യിൽ ഇരുന്നതിന് ശേഷം തിരിച്ച് പിന്നെ നിന്റെ കയ്യിലോട്ട് വരിക എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അടുത്തവൻ വന്ന് രണ്ട് പഞ്ചാര അടിക്കുമ്പം ആ പഞ്ചാരപ്പുറത്ത് വാലും പറിച്ചുകൊണ്ട് പോകും. അതൊക്കെ അത്രയ്ക്കൊക്കെ ഉള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നിനക്കുണ്ടെങ്കിൽ നീ മിടുക്കൻ, അല്ലെങ്കിൽ നീ പൊട്ടൻ. അതിൽ കൂടുതൽ പറയാനില്ല. അപ്പോൾ എന്തായാലും ഇവരെ കുറിച്ച് പറയുമ്പം പറഞ്ഞു പോകുമ്പം ഒരുപാടുണ്ട് കാര്യം. ഇവരുടെ കുറെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരുന്നു. ഇവരെ കുറിച്ച് ഓൺലൈൻ മീഡിയാസ് തന്നെ അവരെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂവിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് പോവുമോ, ഇട്ടിട്ട് പോവുമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല, ഞങ്ങൾ അങ്ങനെയാണല്ല, അടയും ചക്കരയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചെണ്ടപ്പുറത്തെ കോല് പോലെ അപ്പുറത്തേക്ക് അവൾ ചാടിപ്പോയി. എന്തായാലും സംഗതി അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ കുറ്റം മുഴുവൻ മറ്റവനാണ്. അടിച്ചുകൊണ്ട് പോയ അന്ന് അവൻ എന്നെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, വിഷ്ണു വളരെ മോശപ്പെട്ട ഒരുത്തരാണ്, വിഷ്ണു അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് അത് കേട്ടുകൊണ്ട് അത്രയും നാളും എന്നാ പറയുന്നത്, ഒരേ ശരീരവും ഒരേ മനസ്സുമായിട്ട് കഴിഞ്ഞിരുന്ന നിങ്ങളിൽ നിന്ന് അല്ലെ, രണ്ടുപേരായിരുന്ന ആ കൂട്ടത്തിൽ നിന്നും അമ്മയെ അങ്ങ് ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഒരു തവളയുടെ മനസ്സാണ്. ചാടി പൊക്കോണ്ടിരിക്കും. ഏകദേശം ആ ഒരു പരുവമാണ്.
അപ്പൊ എന്തായാലും മോനെ വിഷ്ണു, നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ബുദ്ധിപൂർവ്വം നിൽക്കുക, അല്ലെങ്കിൽ നിന്റെ കാര്യം ജിങ്കാലാല. അതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. പിന്നെ ഇതൊക്കെ വളരെ ചെറുപ്രായത്തിൽ, അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ബുദ്ധിയും വിവരവും ആകുന്നതിന് മുന്നേ പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ആർക്കും ഉണ്ടാകുന്നതാണ്. പ്രണയമില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ അതായത് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പ്രണയം എന്ന് പറയുമ്പം ഇങ്ങനെ ഇരിക്കും. കുറച്ച് നാൾ കൂടെ നിൽക്കും, അത് കഴിഞ്ഞ് അപ്പുറത്ത് ചാടും, അപ്പുറത്ത് ചാടി മടുക്കുമ്പോൾ ഇപ്പുറത്ത് ചാടും. അങ്ങനെ മാറിയും മറിഞ്ഞും പോകാനായിട്ട് ഇതെന്തു ലൈഫാണ്. അതായത് ഇങ്ങനെ ഒരു ലൈഫാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരി, അത് നിങ്ങൾക്ക് ഓക്കെയാണ്. സാധാരണഗതിയിൽ ഒരു തേപ്പൊക്കെ കിട്ടി മുട്ടിപ്പൊട്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലൈഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ വേറൊരു കുറച്ച് നാൾ അതിൻ്റെ സങ്കടവും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ അടുത്ത മോട്ടിവേഷനൊക്കെ നമുക്ക് തന്നെത്താനൊരു മോട്ടിവേഷൻ തോന്നി നമ്മൾ പുതിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫൊക്കെ സെറ്റ് ചെയ്തെടുക്കണ്ടേ. അങ്ങനെ വരുമ്പോൾ അടുത്ത ആൾ വരും. മനസ്സിലായോ? മറിയാമ്മ കിട്ടിയില്ലെങ്കിൽ മേരിക്കുട്ടിയെ കിട്ടുക എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ ഇവള് പോയാൽ അവള് ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു സാധനം വരും. ലൈഫാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കും, വണ്ടിയിൽ യാത്രക്കാർ കയറും ഇറങ്ങും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ സ്വന്തമായിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം കാര്യക്ഷമമായിട്ട് കുടുംബമൊക്കെ നോക്കാൻ അറിയാവുന്നവരാണെങ്കിൽ കയ്യിൽ കിട്ടിയത് നമ്മൾ കളയാതെ നോക്കും. അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. സാധാരണ കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തീർക്കുക എന്ന് പറയുന്നതാണ്. ഇത് എന്തെങ്കിലും കുഞ്ഞു പ്രശ്നം വരുമ്പോഴേ വാലും പറിച്ച് തുണിയും പറിച്ച് വീടും വിട്ട് നാടും വിട്ട് അടുത്ത കണ്ടവന്റെ കൂടെ പോവാന്ന് പറയുമ്പം അതൊക്കെ വളരെ മോശമല്ലേ? എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലേ ശരിയാകത്തില്ല. കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇച്ചിരി ഉളുപ്പ് തോന്നി. ഞാനേ നീ എന്തിനാ ഇത് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിച്ചു വരുമ്പോൾ അറിയാം നിങ്ങൾ കയറി വന്നോണ്ടിരിക്കല്ലേ, വീഡിയോ ഇട്ടോണ്ടിരിക്കല്ലേ, ഹായ് ഗായ്സ് ഹായ് ഗായ്സ് എന്നും പറഞ്ഞ് അറിയാതെ ഓടിച്ചു പോയതാ. കണ്ട് മാറ്റി വിട്ടാൽ മതിയായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് ഈ പറയുന്ന ഈ നമ്മൾക്ക് ഒരു വിവരവും ബോധവും അല്ലെങ്കിൽ അത്യാവശ്യം മെച്യൂരിറ്റി ആകുന്നതിന് മുന്നേ പ്രണയവും അതിൻ്റെ വസന്തകാലങ്ങളും വിശാലതയും ഒക്കെ കണ്ടുകൊണ്ട് ചുറ്റിക്കറങ്ങി ഊമ്പിത്തെറ്റി നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കുറച്ചുകൂടെ നന്നായിട്ട് ആലോചിച്ചിട്ട് വിഷ്ണു ഈ കാര്യത്തിൽ ഒന്നിച്ചു പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ചേരപ്പാൻ പൂമ്പിയ ഒരു തവള എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ ഒരു തവളനെ പിന്നെ മറ്റൊരു ചേരപ്പാമ്പ്, അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നല്ല പൊങ്കാല കിട്ടും, അതെന്തായാലും ഉറപ്പാണ്. വിഷ്ണു എന്ന് പറയുന്നവൻ വീണ്ടും വീണ്ടും പറയുന്നു, ബുദ്ധി ഉണ്ടെങ്കിൽ ചാടിപ്പോവുക, നിനക്ക് വേറൊരു നല്ലൊരു ലൈഫുണ്ട്. അല്ലെങ്കിൽ പിന്നെ പഴയ എന്നാ പറയുന്ന പാണ്ടക്കെട്ട് അല്ലെങ്കിൽ പഴന്തുണി പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാകും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ അയ്യോ